മോർണിംഗ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഇപ്പോൾ എങ്ങോട്ടാ വെച്ചാൽ നമ്മൾ പോകുന്നത്? ന്യൂയോർക്കിന്റെ ഈസ്റ്റേൺ, ലോങ് ഐലൻഡ് ഈസ്റ്റേൺ കോസ്റ്റിലേക്ക്. അതാണ് നല്ല സ്നോയൊക്കെ പെയ്ത് കിടക്കുന്നത് ഇങ്ങനെ കാണാം. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചീച്ചാനൊരു തോട്ട് പറഞ്ഞു, അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. എന്തായിരുന്നു വെച്ചാൽ, നമ്മളൊരു കാര്യം ഡ്രീം ചെയ്യുവാണെങ്കിൽ ബിബ്ലിക്കൽ ട്രൂത്ത് തന്നെയാണ് നമ്മൾ എല്ലാത്തിലും അപ്ലൈ ചെയ്യുന്നത്. ബുക്ക് ഓഫ് ജെനസിസ്, അതാണ് അതില് ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, അതൊരു നെഗറ്റീവ് ഇൻസിഡന്റിനോടുള്ള ബന്ധത്തിലാണ് ദൈവം അത് പറയുന്നത്. അതായത് അവന്റെ നിരൂപണമൊക്കെയും സാധ്യമായി വരും. അതുകൊണ്ട് അവൻ ദൈവത്തിനെതിരെ ചെയ്യുന്ന കാര്യം തകർത്ത് കളയണമെന്നാണ് അതിൽ പറയുന്നൊരു കാര്യം. ബാബേൽ കോട്ട പണിയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്, മനുഷ്യന്റെ നിരൂപണങ്ങളൊക്കെയും സാധ്യമായി വരുന്നു. അതായത് മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്നത് അവനത് ചെയ്തു കൂട്ടുമെന്നാണ് അതിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു കാര്യം. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറയുകയായിരുന്നു, നീ ഒരു കാര്യം സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു കാര്യം നിന്റെ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നിന്നെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് ദൈവം ആ ഒരു എബിലിറ്റി ഓഫ് ഇമാജിനേഷൻ നിന്റെ ഹൃദയത്തിൽ തന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ ഇമാജിൻ ചെയ്യൂലാണ്. ഒരു കാര്യം ഇമാജിൻ ചെയ്താൽ അത് നിന്നെ കൊണ്ട് അത് സാധിക്കാനുള്ള സകല സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ മെയിൻലി നമ്മുടെ കേപ്പബിലിറ്റി ഒന്നും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. കഴിഞ്ഞ ദിവസം വേറൊരു ചിന്ത കേട്ടു, റിസ്റ്റോറിങ് ഓപ്പർച്യൂണിറ്റി. അതായത് ഓപ്പർച്യൂണിറ്റി ക്യാപ്ചർ ചെയ്യുന്ന മനുഷ്യനാണ് സക്സസ് ആവുള്ളൂ. എല്ലാവരുടെയും മുമ്പിൽ ഓരോ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നമ്മൾ അതിപ്പോൾ ഗൂഗിളിൻ്റെ CEO ആണെങ്കിലും ആപ്പിളിൻ്റെ CEO ആണെങ്കിലും അവർക്കൊക്കെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി മറ്റെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും പോയി വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരൊന്നും അല്ല, കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയവരൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ടൈമിൽ ക്യാപ്ചർ ചെയ്തവർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഈ ലോകത്തിൽ അവർ സക്സസ്ഫുൾ ആയി, അത്രേ ഉള്ളൂ. രക്ഷപ്പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവർ കാണും. പക്ഷേ ദേ വെയർ സക്സസ്ഫുൾ ഇൻ ദെയർ ബിസിനസ് വേൾഡ് എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ ഓരോ കാര്യവും അങ്ങനെയാണ്. മറ്റൊരു വ്യക്തി ചെയ്തത് തന്നെ വേറൊരാൾ ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. വേറൊരാൾ ചെയ്യാൻ ശ്രമിക്കാത്തത്, വേറൊരാൾ ചെയ്യാത്തത്, അത് നമ്മൾ ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷനും അലോങ് വിത്ത് സക്സസ്ഫുൾ ലൈഫ് വരുന്നു. അങ്ങനെ ബിസിനസ്സിനോട് എനിക്ക് ഇതേവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇതൊരു ലൈഫ് ലെസണാണ്. വേറൊരാൾ ചെയ്തതല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കാരണം യു ആർ ക്രിയേറ്റഡ് യുണീക്ക്ലി. അല്ലാണ്ട് വേറൊരുത്തിനെ പോലെ ചാപ്പൂത്തി വിടുകയല്ല നമ്മൾ ചെയ്യുന്നത്. ദൈവം യുണീക്ക് എബിലിറ്റിയാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, റിയലൈസ് ചെയ്യുക, ആക്ച്വലൈസ് ചെയ്യുക. അതിന് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ഗൈഡൻസും ഉണ്ടെങ്കിൽ യു ക്യാൻ ബി ദേർ വേർ യു ആർ സപ്പോസ്ഡ് ടു ബി. അങ്ങനെയുള്ള ലെസൺസ് ആണ് ഞാൻ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചോദിച്ചു, ഏർലി റിട്ടയർമെന്റ് എടുത്തിട്ട് നീ എന്തോ ചെയ്യുന്നത്? ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ റിട്ടയർമെന്റ് എടുത്തേ. സോ ദാറ്റ് യു ക്യാൻ ബി joyful and successful in your life. അപ്പം നമ്മൾ ഇമാജിൻ, ഡ്രീം ബിഗ്. നമ്മൾ റിട്ടയർ ആയത് ആളാണോ അല്ലെങ്കിൽ നമുക്ക് ഏത് പ്രൊഫഷനിലുള്ളവർക്കും ഞാൻ ചെയ്യുന്ന ബിസിനസ് ഇപ്പം ചെയ്യാം. നമ്മൾ ഡ്രീം ബിഗ്. അപ്പോൾ ദൈവമാണ് നമുക്ക് ആ കഴിവ് തരുന്നത്, ആ സ്കില്ല് തരുന്നത്. നമ്മൾ പേടിച്ച് മാറി നിൽക്കാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ വിളിക്കണം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് വലിയ സാധ്യതകളുള്ള, വളരെ പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ എന്തിനാ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നത്
ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ പോരെ എന്നൊക്കെ മറ്റുള്ളവർ ചോദിക്കാം. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? അപ്പുറത്ത് ചെല്ലുമ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെ ദൈവം ഒരു വഴി കാണിച്ചു തരികയാണെങ്കിൽ നമ്മളത് ചെയ്യുക. അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കോൾ മീ. God bless you. My WhatsApp number is 8133257808. പിന്നെ എൻ്റെ സൈറ്റ് www.loispaul.us എന്നാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless.